ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ ഒരു പുതുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ നാളായില്ലേ ചെയ്തിട്ട്. ഇന്നത്തെ വീഡിയോ ഈസ് ഓൺലി ഫോർ നമ്മുടെ അമ്മമാർക്ക്, പുതുതായിട്ടുള്ള അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്ന അമ്മമാർക്ക്, അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർ മാത്രം കാണാം. ബാക്കിയുള്ളവർ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? എന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ദ ബെസ്റ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ചില അമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്കിത് മാറ്റി വേറെ യൂസ് ചെയ്താലോ നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇനിയിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ഡയപ്പർ റാഷസ് ഉണ്ടാകുമോ, പിന്നെന്താ അത് ഇത്ര നേരം ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ട്. അപ്പൊ ആരെങ്കിലും ചെയ്ത് അവരത് എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഓക്കെ അത് കൊള്ളാം എന്ന് തോന്നും. അപ്പൊ ഞാൻ ഇന്ന് വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയപ്പർ എന്നാൽ നമുക്കൊന്നും ബ്രാൻഡഡ് ആണോ, അതേ ബ്രാൻഡഡ് ആണ്. പിന്നെ എന്നാൽ വലിയ കോസ്റ്റ്ലി ആണോ, വലിയ കോസ്റ്റ്ലി അല്ല. സാധാരണ നിങ്ങൾ മേടിക്കുന്ന ഡയപ്പേഴ്സിന് അത്ര തന്നെ പൈസ വരൂ. അതുപോലെ തന്നെ എന്നാ കൊച്ചിന് കംഫർട്ടബിൾ ആണോ, ആണ്. പിന്നെ റാഷസ് വരുമോ, ഇല്ല. അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എപ്പോഴും ഒറ്റ സൊല്യൂഷൻ ആയിട്ട് തോന്നും. ഞാനിങ്ങനെ ട്രസ്റ്റബിൾ ആയിട്ട് ഞാൻ വിശ്വസിച്ച് കണ്ണും കൂട്ടി മേടിക്കുന്ന ഒരേ ഒരു ബ്രാൻഡ്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഓക്കെ അഗെയിൻ ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണോ, നോ, അങ്ങനെയൊന്നും അല്ല. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, ഇതറിയാത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരത്തേക്ക് ഈ ഡയപ്പറിനെ പറ്റി അറിയില്ലായിരുന്നു. അപ്പം ഞാനാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അവർ പിന്നീട് യൂസ് ചെയ്തതിനു ശേഷം പറയുന്നുണ്ട്, എടി ഇത് നല്ലതാ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഓക്കെ എന്നാൽ ഇത് അറിയാത്തവർക്ക് വേണമെങ്കിൽ ഇതൊന്നും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഡയപ്പർ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് കൂടുതലായിട്ട് അറിഞ്ഞാലോ. അപ്പം ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റി ഞാൻ മേടിക്കുന്ന ഒരു ഡയപ്പറാണ് നമ്മുടെ ബേബി ഹഗ്ഗിൻ്റെ ഡയപ്പർ. ബേബി ഹഗ് നോർമലി എന്തുകൊണ്ട് ഇത് എല്ലാവരും അറിയാത്ത നല്ല യൂസ് മീൻസ് എല്ലാവരും കൂടുതലും ആമസോണിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ട്. കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ ഇത് ഡെലിവർ അല്ലെന്ന് തോന്നുന്നു. കൂടുതലും ഞാൻ മേടിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്രൈയുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാതിരിക്കുന്നത്. പിന്നെ ഇത് വലിയ പൈസ ആണെന്ന് വെച്ചാൽ സത്യം പറയാലോ, നമ്മൾ ഈ പാമ്പേഴ്സ് ആണെങ്കിലും പിന്നെ ഹഗ്ഗീസ് ആണെങ്കിലും ഒക്കെ മേടിക്കുന്ന സെയിം വിലയൊക്കെ തന്നെ വരുന്നുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ബേബി ഹഗ്ഗിന്റെ ഡയപ്പേഴ്സ്. അപ്പം ഇതിന്റെ ഞാൻ കൂടുതലും മേടിക്കുന്ന മീഡിയം സൈസാണ്. മീഡിയം സൈസിന്റെ ഈ ഒരു പാക്ക്, ഇത് 76 പാൻസ് ഉള്ള ഡയപ്പർ പാൻസ് ഉള്ള 76 പാൻസ് ഉള്ള ഈ ബേബി ഹഗ്ഗിന്റെ ഡയപ്പർ ഈ പാക്കേജിന്റെ വില എന്ന് പറയുന്നത് ഞാൻ മോസ്റ്റ്ലി മേടിക്കാറ് 600 റുപ്പീസ്, ആ ഒരു റേഞ്ച് 600 to 650, 650 രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ 600 രൂപയ്ക്ക് ഉള്ളിലാണ് ഒരു 70-76 പാൻറ് നമുക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് കൂടുതലായിട്ടും കോസ്റ്റ്ലി ആയിട്ട് തോന്നിയത് പാമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ 800+ ഒക്കെ ആകുന്നുണ്ട് നമുക്ക് ഇതുപോലെ ഒരു 76 പാൻസ് ഒക്കെ മേടിക്കുന്നെങ്കിൽ. പക്ഷേ ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് പാമ്പേഴ്സ് ആണെങ്കിലും അതിനെക്കാട്ടി കുറച്ചുകൂടെ സൂപ്പർ കംഫർട്ടബിൾ അല്ലെങ്കിൽ സൂപ്പർ ക്വാളിറ്റി ആയിട്ട് എനിക്ക് പിന്നീട് തോന്നിയതാണ് ബേബി ഹഗ്. എനിക്ക് ഒരു തവണ പോലും ഒരു ബേബി റാഷസ് പോലും വന്നിട്ടില്ലാത്ത ഒരു ബ്രാൻഡാണ് നമ്മുടെ ബേബി ഹഗ്ഗിന്റെ ഡയപ്പർ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ നമുക്ക് എന്താ അലോവേര ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാവാം, മേ ബി അത് ഇച്ചിരി കൂടെ എക്സസീവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് റാഷസ് ഒന്നും വരില്ല, ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താന്ന് വെച്ചാൽ ആമസോണിൽ നമുക്ക് വെറൈറ്റി ഓഫ് ഒത്തിരി ഡയപ്പേഴ്സ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും, കർത്താവ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാവോ ഡൗട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം വിചാരിച്ചു ഒന്ന് മാറ്റി ചിന്തിച്ചാലോ എന്ന് കരുതിയാണ് നമ്മുടെ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് ബേബി ഹഗ് മേടിക്കുന്നതും. യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു 600 റുപ്പീസിനൊക്കെ കിട്ടുന്നത് ഇനി ചിലപ്പോൾ കുഞ്ഞിന് വല്ല സ്കിൻ ഇഷ്യൂസ് ഉണ്ടായാലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു പ്രശ്നവും ഇല്ല. സത്യം പറഞ്ഞാൽ ഇത് എനിക്കൊരു മന്ത്ലി പാക്ക് പോലെയാണിത്. ഒരു മാസം ഇത് മേടിച്ചു കഴിഞ്ഞാൽ ആ മാസത്തേക്കുള്ളത് സൂപ്പറാണ്. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ ഡയപ്പറിന് ഇതിങ്ങനെ കാണിച്ചു തരാം, എന്താ പറയാ ഡയപ്പർ കാണിച്ചു തരാം. സംഭവം ഇതാണ് നമ്മുടെ ഡയപ്പർ. അകത്ത് അത്യാവശ്യം നല്ല ആവശ്യത്തിന് കോട്ടൺ ഒക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുന്നത് ഹണികോം ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള, ഹണികോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇങ്ങനെ നമ്മുടെ ഹണി മറ്റേ എന്താ പറഞ്ഞ ആ തേനിന്റെ സംഭവം എടുക്കുമ്പോൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ലോക്ക് ചെയ്ത് അതുപോലൊരു ഹണികോം ഡയപ്പർ.
അത്യാവശ്യം നല്ല ആവശ്യത്തിന് കോട്ടൺ ഒക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുന്നത് ഹണികോം ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഹണികോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഇങ്ങനെ നമ്മുടെ ഹണി മറ്റേ എന്താ പറഞ്ഞ ആ തേനിന്റെ സംഭവം എടുക്കുമ്പോൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്ത് അതുപോലൊരു ഹണികോം ടെക്നോളജി വെച്ചിട്ടാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്. ആവശ്യത്തിന് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാലും അകത്തുനിന്ന് നോക്കി കഴിഞ്ഞാലും നമുക്കൊരു അത്യാവശ്യം നല്ല കട്ടിയുള്ള തുണി പോലെ തന്നെയാണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആണ്, സൂപ്പർ സോഫ്റ്റ് ആണ്. പിന്നെ നന്നായിട്ട് 12 hours ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് യൂറിൻ. പിന്നെ ലീക്കേജ് ഒരു തവണ പോലും നമുക്ക് ലീക്കേജ് ആയിട്ട് വന്നിട്ടേ ഇല്ല. പിന്നെ ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പം നമുക്ക് കുഞ്ഞു മൂത്രം ഒഴിച്ചാലും ഒരിടത്ത് മാത്രം തൂങ്ങി കിടക്കാണ്ട് നമുക്ക് എല്ലാ സൈഡിലേക്കും ഈവൻലി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് റാഷസ് വരികയില്ല. റാഷസ് പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവരുടെയും സ്കിൻ ഈസ് ഡിഫറെന്റ്. കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും സ്കിന്ന് ഡിഫറെന്റ് ആണ്. അപ്പം അതിൻ്റെതായ ചിലപ്പോൾ 1-2 കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ റാഷസ് ഉണ്ടായാലും മോസ്റ്റ്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റാഷസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതിൽ പാമ്പേഴ്സ് പോലും ഞാൻ ഭയങ്കര വിശ്വസിച്ചാണെങ്കിലും എനിക്ക് തോന്നുന്നു 1-2 തവണ എൻ്റെ കുഞ്ഞിനും വന്നിട്ടുണ്ട് പാമ്പേഴ്സിന് യൂസ് ചെയ്യുമ്പോൾ റാഷസ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം പോലും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു ഡയപ്പർ പാൻറ് നിങ്ങൾക്ക് കണ്ണും കൂട്ടി ധൈര്യമായിട്ട് പോയി മേടിക്കാൻ പറ്റും. ഇനി നമുക്കിത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് ക്രൈ ഷോപ്പ് ആണെങ്കിൽ അവിടെ പോയി മേടിക്കാം. ബേബി ഹഗിന്റെ തന്നെ ഷോപ്പുകളുണ്ട്, അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി മേടിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്ന് ബേബി ഹഗിന്റെ നോട്ട് ബേബി ഹഗ് നമ്മുടെ ഫസ്റ്റ് ക്രൈയുടെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഇതുപോലെ നമ്മുടെ ഡയപ്പേഴ്സിന്റെ സെക്ഷനിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ബേബി ഹഗിന്റെ ഡയപ്പർ കിട്ടും. എല്ലാ സൈസസും അവൈലബിൾ ആണ്. പിന്നെയുള്ള കാര്യം ഇതിൻ്റെ അകത്ത് MRP പറഞ്ഞിരിക്കുന്നത് 72 പാൻസിന് ഇവർ പറഞ്ഞിരിക്കുന്ന MRP 1299 രൂപ. പക്ഷെ ഇത്ര പൈസ ഒന്നും ആകുന്നില്ല. നിങ്ങൾക്ക് സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. മാക്സിമം പോയത് 700, വളരെ വല്ലപ്പോഴും ആണ് എനിക്ക് 700 വരാറ്, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഒരു 600+ അത്ര തന്നെ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് പ്ലസ് ഓഫേഴ്സ് ഒക്കെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതും കൂടെ നമ്മൾ മീൻസ് നമ്മളിത് അതും കൂടെ ഓഫേഴ്സും കൂടെ കൊടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഓഫ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന് ഒരു നല്ല ഡയപ്പർ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും കൂട്ടി മേടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡയപ്പറാണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിന് ഡയപ്പർ മാത്രമല്ല, പൊതുവെ നിങ്ങൾക്ക് അറിയാലോ ബേബി ഹഗിന് ഡയപ്പർ മാത്രമല്ല ഉള്ളത്, ഡയപ്പർ ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, പിന്നെന്താ നമ്മുടെ അവരുടെ ക്രീംസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം ഞാനും കൂടുതലായിട്ട് കുഞ്ഞിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ബേബി ഹഗിന്റെ തന്നെയാണ്. അപ്പം അതിനെപ്പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ ബേബി ഹഗിന്റെ മറ്റ് പ്രൊഡക്ട്സിനെ പറ്റി നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നോ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബേബി ഹഗിന്റെ ഏതൊക്കെ പ്രോഡക്ട്സ് ആണോ അങ്ങനെ എന്തെങ്കിലും വല്ല ഡൗട്ട്സോ അറിയണം എന്ന് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾവേസ് യു ക്യാൻ കമന്റ് ആൻഡ് അങ്ങനെ എനിക്ക് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനറിയില്ല. ഞാനൊരു 1 year ആയിട്ടാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കുഞ്ഞായിട്ട് എനിക്കൊരു വർഷമായിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ്, ഞാൻ എങ്ങനെയാണത് എന്താ പറയുക അതിൽ ഓവർകം ചെയ്തിട്ടുള്ളത്, പിന്നെ ഞാൻ പഠിച്ച ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുണ്ട്, നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ ഓൾവേസ് യു ക്യാൻ കമന്റ് ആൻഡ് അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിലൂടെ വേറൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.